ഇനി നമ്മളെ ഏറ്റവും കൂടുതൽ എന്റർടൈൻ ചെയ്യിപ്പിച്ച ബെസ്റ്റ് പെർഫോമർ ആരാന്നുള്ളതാണ് നമ്മൾ അറിയാൻ പോകുന്നത്. അപ്പൊ ശ്വേത ചേച്ചി, ക്യൂട്ടി ദ ബ്യൂട്ടി സോപ്പ് ഇന്നത്തെ മെയിൻ ആരാണ്? ഓക്കെ, ഈ വേദിയിൽ ഒരുപാട് ക്യാരക്ടേഴ്സും ഒരുപാട് വെറൈറ്റീസ്, ഒരുപാട് ഫിസിക്കൽ ആണെങ്കിലും ഇമോഷണൽ ആണെങ്കിലും നന്നായി അസാധ്യമായിട്ട് ഈ വേദി യൂസ് ചെയ്ത ഒരു ആർട്ടിസ്റ്റാണ്. ആൻഡ് ഐ എം വെരി പ്രൗഡ്. ക്യൂട്ടി ദ ബ്യൂട്ടി സോപ്പ് ഇന്നത്തെ മെയിൻ നമ്മളുടെ രഞ്ജേഷ്. ചേട്ടാ, നീ അവിടെ നിൽക്കുന്നു, നിന്റെ കൈ ഇവിടെ ഇരിക്കുന്നു. അല്ലടാ പരട്ടെ. എന്താ നിനക്ക് ഹെൽമെറ്റ് വെച്ചാ കുഴപ്പം? ഹെൽമെറ്റ് വെച്ചാലേ മുടി കൊഴിയോന്ന് എനിക്ക് ഹെയർ ഓയിൽ തരണ വൈദ്യം പറഞ്ഞു. എടാ, മുടിക്കാണോ പ്രാധാന്യം? നമ്മുടെ ജീവനല്ലേ പ്രാധാന്യം. അപ്പൊ നമ്മൾ ഹെൽമെറ്റ് വെച്ചോണ്ട് നടക്കണ്ടേ? അതിന് നിനക്ക് ഞാനൊന്ന് തരണ്ടേ? ഒന്ന് തരുങ്ങാൻ. അയ്യോ, എന്റെ ഭർത്താവിന് തല പിഴുതെടുത്ത് വലിച്ചെറിഞ്ഞേ. അയ്യോ മാഡം, പറയില്ല, ആരോടും പറയരുത്. ഞാൻ പറഞ്ഞില്ലെങ്കിലും ആ നിൽക്കുന്ന വഴിപോക്കൻ പോയി പറയും. നോക്കിക്കോ. വഴിപോക്കൻ? നീ ഒന്നും കണ്ടിട്ടുമില്ല, ഒന്നും കേട്ടിട്ടുമില്ല. നമ്മള് കണ്ടിരിക്കണേ. ഇവിടെ ആ പാവത്തിന്റെ തല വലിച്ചൂരി എറിയണത് നമ്മളെ ഈ രണ്ട് കണ്ടുകൊണ്ട് കണ്ടിരിക്കണേ. പറയല്ലേ? ഇത് ഏത് കോടതിയിലോ പോലീസ് സ്റ്റേഷനിലോ നമ്മൾ പോയി പരാതി പറയും. നമ്മള് പറയരുതെന്ന്. ഞാൻ മാത്രമല്ല, നമ്മളെ ബീബിയും കാണും കൂടെ. അതുകൊണ്ട് നമ്മൾ കളിക്കണ്ട. ഫാത്തിമ, കേറി വണ്ടിയില്. സംഭവം കേറി. ഒന്നുകൂടെ ഇട്ടോ. 3, 4. പൊന്നോമന ക്യൂട്ട് മാമന് ഞങ്ങൾ ഗിഫ്റ്റ് ചെയ്യുന്നു ക്യൂട്ടി ദ ബ്യൂട്ടി സോപ്പിന്റെ ഗിഫ്റ്റ് ഹാമ്പർ. സത്യം പറഞ്ഞാൽ സോ ഡിസേർവിംഗ് ഐ ഫെൽറ്റ്. കാരണം ഇഷ്ടംപോലെ കഥാപാത്രങ്ങൾ ഈ മുഖത്തൂടെ വന്നിട്ടുണ്ട്, ഞങ്ങളെ ചിരിപ്പിച്ചിട്ടുണ്ട്. ഈ അവസരത്തിൽ എന്നാ പറയാനുള്ളത്? ഈ അവസരത്തിൽ എനിക്ക് പ്രത്യേകിച്ച് പറയാനുള്ളത് മേക്കപ്പ് ചെയ്ത വിനോദേട്ടനോടാണ്. കാരണം രാവിലെ കാപ്പി പോലും കുടിക്കാതെ ഞാൻ പോയിരുന്നതാണ്. 2 ലെയറാണ് ചെയ്തത് തലയിൽ. ആദ്യം കഷണ്ടി, അത് കഴിഞ്ഞൊരു വിഗ്. ആദ്യം ഒന്ന് പൊളിഞ്ഞെങ്കിലും കയറി വന്നു. നല്ല അടിപൊളിയായിരുന്നു. ഇന്ന് നമ്മളെ നന്നായിട്ട് പിന്നെ പ്രത്യേകിച്ച് പറയാനുള്ളത് നമ്മുടെ ഗ്രൂമർ ബ്രിജിത്തിനോടാണ്. എല്ലാത്തിനും നമ്മളോടൊപ്പം നിന്നു. പ്രത്യേകിച്ച് പാട്ട് പ്ലേ ചെയ്യാനെല്ലാം നമ്മളോടൊപ്പം നിന്നു. ബ്രിജിത്തിന് 1000 നന്ദി അറിയിക്കുന്നു. അതുപോലെ തന്നെ ഈ വേഷം പുള്ളിക്ക് വേണ്ടി ഞാൻ കൊടുത്തല്ലോ, അപ്പൊ എനിക്കൊരു വലിയ നന്ദി. അത് ലാസ്റ്റ് പറഞ്ഞോണ്ട് കൊള്ളാം. വിട്ടുകൊടുത്തതാണ്. അതെ അതെ, കഷണ്ടി അവനെ ചേരത്തുള്ളൂ. അതുകൊണ്ട് ഞാൻ ഇപ്പൊ രാവിലെ വരും, ഏതെങ്കിലും ബിഗും അതും പറക്കി വെച്ചോണ്ട് ഇവിടെ വരും. ഇതിന് അത്രയും കേൾക്കണം ഞാനാണ്. ഞാൻ ഒന്നും ചെയ്യുന്നില്ല. അതെ, കറക്റ്റ്. ഒന്നും ചോദിച്ചാൽ ഇന്ന് മീശ വെച്ചു കേട്ടോ. മീശ വെച്ചു, വലിയൊരു വ്യത്യാസമായിരുന്നു. പറഞ്ഞോണ്ട് ചേച്ചിമാരെ, നമുക്ക് വീണ്ടും ഒന്നും കൂടെ കാണണം. ഈ ബസിന്റെ സർവീസ് ഒന്നും കൂടെ ഇതിലേക്കൂടെ ഒന്ന് വരണം എന്ന് ഞങ്ങൾക്ക് തോന്നിയുണ്ട്. നിങ്ങളെ ഒന്നും കൂടെ ഞങ്ങൾ ക്ഷണിക്കുകയാണ്. നമ്മളെല്ലാരും ഒരുമിച്ച് കൂടില്ലേ, കാണില്ലേ, അടിച്ചു പൊളിക്കില്ലേ?